കാസർഗോഡ് തലപ്പാടിയിൽ KSRTC ബസിന് നേരെ കല്ലെറിഞ്ഞ വയോധികൻ കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ആത്മഹത്യ ചെയ്തു. ഉപ്പള മണ്ണംകുഴി സ്വദേശി ഹമീദ് അലിയാണ് മനോവിഷമത്തിൽ ജീവനൊടുക്കിയത്. ഹമീദിനെ പോലീസ് പിടികൂടിയ സമയത്തെ ചിത്രം ആരോ എടുത്ത് വാട്സാപ്പിൽ പങ്കുവച്ചിരുന്നു. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. വിവരങ്ങളുമായി KB ബൈജു ചേരുന്നു. ബൈജു, ദാരുണമായിട്ടുള്ള സംഭവമാണ്. കാരണം ഒരു അബദ്ധവശാലോ അതല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയിലോ KSRTC ബസ്സിന് കല്ലെറിഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അതിനുശേഷം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു, അതിൻ്റെ മനോവിഷമത്തിൽ ജീവനെടുക്കുന്നു. ഇതുതന്നെയാണ് ഈ ഹമീദ് അലി ജീവനെടുക്കാനുള്ള കാരണമെന്ന് ഉറപ്പിക്കുന്നുണ്ട്. ആത്മഹത്യക്കുറിപ്പോ മറ്റോ കണ്ടെത്തിയിട്ടുണ്ടോ? ടോമെ, ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് ഈ വിവരം പങ്കുവച്ചത്. അതായത് ഈ സംഭവം നടക്കുന്നത് കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിലാണ്. ഈ തലപ്പാടിയിൽ ഇദ്ദേഹത്തിന് കാസർഗോഡ് ഭാഗത്തേക്ക് വരണമായിരുന്നു. അങ്ങനെ ബസ് കാത്തു നിൽക്കുന്നതിനിടെ 4ഓളം ബസ്സുകൾക്ക് നേരെ കൈ നീട്ടിയിട്ടും ബസ് നിർത്താതെ പോയി. തുടർന്ന് 5ാമത് ഏറ്റവും ഒടുവിലായുള്ളൊരു ബസ് കൂടിയാണ്. അത് രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ആ ബസ്സിന് കൂടി കൈ നീട്ടി അത് നിർത്താതെ പോയതോടെ പ്രകോപിതനായാണ് ഇദ്ദേഹം ഈ കല്ലെറിയുന്നത് ബസ്സിന്. അങ്ങനെ ബസ് അവിടെ നിൽക്കുകയും ഇയാളെ കൈയോടെ പിടികൂടി മഞ്ചേശ്വരം പോലീസ് ഏൽപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് മഞ്ചേശ്വരം പോലീസ് ഇത് അന്വേഷിക്കുമ്പോഴേക്കും ഇത് കർണാടക അതിർത്തിയിൽപ്പെടുന്ന, അതായത് ഉള്ളാൾ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ ഉള്ളാൾ പോലീസിന് കൈമാറുന്നു. അങ്ങനെ അവിടെ നിന്നും സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഇയാൾ വീട്ടിൽ ഇത്തരത്തിൽ പോയതിനു ശേഷം വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്നത്. ഈ ഒരു മനോവിഷമത്തിലാണ്. അതായത് ഈ സംഭവം നടക്കുന്ന സമയത്തുള്ള ദൃശ്യങ്ങൾ, അപ്പോൾ നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യ മലപ്പുറം സ്വദേശിനിയാണ്. അവർ ഇവിടെ ഉണ്ടായിരുന്നില്ല, അവർ മലപ്പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ ശ്രദ്ധയിൽ ഈ ദൃശ്യം പെട്ടിരുന്നു. അവർ ഈ ദൃശ്യം കണ്ടതിനെ തുടർന്ന് ഈ ഇദ്ദേഹത്തെ ഭർത്താവിനെ വിളിച്ചു, മുഹമ്മദ് അലിയെ വിളിച്ചു. പക്ഷെ അദ്ദേഹം ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അയൽവാസികളാണ് ഈ വീട്ടിൽ ചെന്ന് നോക്കുന്നത്. അപ്പോഴേക്കും ഇദ്ദേഹം മരണം സംഭവിച്ചിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ മഞ്ചേശ്വരം പോലീസ് വിശദമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഉള്ളാൾ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ജാമ്യത്തിൽ വിട്ടതിന് തൊട്ടു പിന്നാലെ ആണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു മനോവിഷമത്തിൽ, അതായത് ഈ ദൃശ്യം വ്യാപകമായി പ്രചരിച്ചതോടെ അതിലുള്ളൊരു മനോവിഷമത്തിലാണ് ഇദ്ദേഹം മരിച്ചതെന്നാണ് ഒരു പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. പ്രധാനമായും ഈ തലപ്പാടി മംഗളൂരു കാസർഗോഡ് പാതയിൽ കർണാടക KSRTCയും അതുപോലെ തന്നെ കേരള KSRTC സർവീസ് നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ 9 മണിയോടുകൂടിയുള്ള കേരള KSRTC അതുകൂടെ നഷ്ടപ്പെട്ടുള്ള അദ്ദേഹത്തിന് തിരിച്ച് നാട്ടിലേക്ക് വരാനായിട്ടൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു കല്ലേറ് നടത്തി കൈയോടെ ഇയാളെ പിടികൂടുന്നു. പോലീസ് പിടികൂടുന്നതിന് ശേഷം അത് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലല്ല എന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഉള്ളാൾ പോലീസ് സ്റ്റേഷൻ പരിധി, അതായത് കർണാടക അതിർത്തിയിലുള്ള സ്ഥലമാണ്, ഉള്ളാൾ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് കൈമാറുകയായിരുന്നു. ഏതായാലും ഈ പോലീസിനെ സംബന്ധിച്ച്, മഞ്ചേശ്വരം പോലീസിനെ സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. കൃത്യമായും ഈ ഒരു കാരണം തന്നെയാണോ ഈ ഒരു ആത്മഹത്യക്ക് പിന്നിൽ, അതല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രാഥമികമായി നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം, ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ അതിൽ മനം നൊന്ത് അല്ലെങ്കിൽ അതിൽ ഒരു നാണക്കേട്ടുണ്ടായതിനെ തുടർന്നാണ് ഇയാൾ ആത്മഹത്യ ചെയ്തെന്ന്, ഈ മുഹമ്മദ് അലി ആത്മഹത്യ ചെയ്തെന്ന ഒരു പ്രാഥമിക വിവരമാണ് പോലീസ് നമുക്ക് നൽകുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചാൽ അതിലൊരു അന്തിമമായ തീരുമാനം പോലീസിന്റെ ഭാഗത്തുണ്ടാവും. അതുകൂടാതെ ഈ ഉള്ളാൾ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ചിലർ മാനസികമായി തകർന്നു പോകാം. കാരണം ഒരു പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന, ഒരു പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് പോലും ചിലരെ സംബന്ധിച്ച് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ പോലീസ് കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളടക്കം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചിരുന്നു. ഇതിൻ്റെ മനോവിഷമത്തിലാണ് ഹമീദ് അലി ജീവനൊടുക്കിയതെന്നാണ് പ്രാഥമികമായി പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ ഒരു കേസിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് പോയാൽ കർണാടക പോലീസ് ഈ ഹമീദ് അലിയെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാഹചര്യം എന്താണ്? യഥാർത്ഥത്തിൽ ഈ KSRTC ബസ്സിന് നേരെ ഈ ഹമീദ് തന്നെയാണോ കല്ലെറിഞ്ഞത്? എന്താണ് അതിൻ്റെ കാരണം? ഈ ഹമീദ് അലി കല്ലെറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ബസ് അവിടെ നിർത്തി കണ്ടക്ടറും അതുപോലെ തന്നെ ഡ്രൈവറും ഇറങ്ങി ഇയാളെ കൈയോട് പിടികൂടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ പിടികൂടിയതിനു ശേഷം ഇയാളെ മഞ്ചേശ്വരം പോലീസിന് കൈമാറുന്നു. മഞ്ചേശ്വരം പോലീസിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുമ്പോഴേക്കും ഈ സംഭവം നടന്നിട്ടുള്ളത് കർണാടക പോലീസിന്റെ പരിധിയിൽ വരുന്നതാണ്, അതായത് ഉള്ളാൾ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്നതാണ്. അങ്ങനെയാണ് ഇയാളെ ഉള്ളാൾ പോലീസിന് കൈമാറുന്നത്. ഉള്ളാൾ പോലീസ് ഇയാളെ പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി അതിനുശേഷം ജാമ്യത്തിൽ വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്.
ഇത് സംബന്ധിച്ച് മഞ്ചേശ്വരം പോലീസ് പറയുന്നത് ഈ ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു 4 ബസ്സുകളോളം ഇദ്ദേഹം കൈനീട്ടി ആ ബസ്സുകളൊന്നും നിർത്താൻ തയ്യാറായില്ല. ഇത് തലപ്പാടി ബോർഡറാണ്, നമ്മളെ അതിർത്തിയിൽ ചെക്ക് പോസ്റ്റൊക്കെ വരുന്ന സ്ഥലമാണ്. അവിടെ നിർത്താൻ തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ അവസാന ബസ് ആ KSRTC കൂടി നിർത്താതെ വന്നപ്പോൾ അതിൽ പ്രകോപിതനായാണ് മുഹമ്മദ് അലി ബസ്സിന് നേരെ കല്ലെറിഞ്ഞത്. പുറകെ വശത്തെ ഗ്ലാസ് ഈ പൂർണ്ണമായും തകർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇയാളെ കൈയോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നത്. പക്ഷേ ആ സമയത്തുണ്ടായിരുന്ന ദൃശ്യം അത് വലിയ തോതിൽ പ്രചരിച്ചു. പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ആ ഭാഗങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. ഒരു പക്ഷേ അത്തരം ഒരു സാഹചര്യത്തിലായിരിക്കാം ഭാര്യ പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. നാട്ടിലാണ്, മലപ്പുറം സ്വദേശിനിയാണ്. മലപ്പുറത്ത് നിന്നാണ് ഈ ഭാര്യ ഈ ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഈ ഇദ്ദേഹത്തെ വിളിക്കുന്നത്. അങ്ങനെ ഒരു അപമാനത്താലായിരിക്കാം ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അത് കൂടുതൽ പോലീസിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. മറ്റെന്തെങ്കിലും ദുരനുഭവം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉള്ളാൾ പോലീസിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുകൂടാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചാൽ മാത്രമേ ഇതിൽ ഒരു കാര്യമായ സ്ഥിരീകരണം ഉണ്ടാകൂ. എന്തായാലും ഇന്ന് രാവിലെയാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുഹൃത്തുക്കളാണ് ഇയാൾ ഫോണിൽ വിളിച്ച് എടുക്കാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കളും അതുപോലെ തന്നെ അയൽവാസികളും വീട്ടിൽ ചെന്ന് അന്വേഷിക്കുമ്പോഴായിരുന്നു ഇങ്ങനെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് തലപ്പാടിയിലാണ് KSRTC ബസ്സിന് നേരെ കല്ലെറിഞ്ഞ വയോധികൻ കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ അതിന്റെ മനോവിഷമത്തിൽ ജീവനൊടുക്കിയത്. പേടി മാറാൻ ആനക്കൊമ്പിൽ ഇരുത്തുന്നതിനിടയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞ് ആനയുടെ കാൽച്ചുവട്ടിൽ വീണ സംഭവത്തിൽ പിതാവിനെതിരെയും ആനപ്പാപ്പാനെതിരെയും കേസെടുത്ത് പോലീസ്. ആ വാർത്തയിലേക്ക് എത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.